പൂക്കോട് വെറ്ററിനറി സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി.സി. ശശീന്ദ്രൻ രാജിക്കത്ത് നൽകി. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്നാണ് വിശദീകരണം. ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ ഗവർണർ ഉത്തരവ് നൽകിയതിന് പിന്നാലെയാണ് രാജി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഗവർണർ ഈ നടപടി കൈക്കൊണ്ടു, അത് തന്നെയാണ് രാജിക്ക് കാരണമെന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമോ? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. കാരണം ഡോക്ടർ പി.സി. ശശീന്ദ്രനെ നിയമിച്ചത് ഗവർണറാണ്, വൈസ് ചാൻസലറാണ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ അവിടുത്തെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന പശ്ചാത്തലത്തിൽ മുൻ വൈസ് ചാൻസലറായിട്ടുള്ള എം.ആർ. ശശീന്ദ്രൻ അതിനെ മാറ്റിയ ശേഷമാണ് പി.സി. ശശീന്ദ്രന് ചുമതല നൽകിയത്. അദ്ദേഹം അവിടുത്തെ റിട്ടയർഡ് അധ്യാപകനാണ് വെറ്ററിനറി സർവകലാശാലയിലെ. അദ്ദേഹത്തെ നിയോഗിക്കാനുള്ള കാരണം തന്നെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. പക്ഷേ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു നിർദ്ദേശമാണ്, ഒരു ഉത്തരവാണ്. അത് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയുമായി ബന്ധപ്പെട്ടാണ്. ആ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഹോസ്റ്റലിലെ 1-ാം വർഷ വിദ്യാർത്ഥികളാണ്. അതിൽ 31 പേരും അതിൽ 2 പേർ മാത്രമാണ് സീനിയർ വിദ്യാർത്ഥികളുള്ളത്. ഇവരാരും തന്നെ റാഗിങ്ങിലോ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിലോ ഉൾപ്പെടാത്ത ആളുകളാണ് എന്നുള്ളതാണ് സർവകലാശാലയുടെ തന്നെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചത്. ഇവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തത് ഒരാഴ്ചക്കാലത്തേക്ക് മാത്രമാണ്. ആ കാലാവധി കഴിഞ്ഞ ഉടൻ തന്നെ ഇവരെ തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം നൽകി. ഇവരുടെ അപ്പീലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നടപടി വന്നപ്പോൾ അത് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് വഴിമാറുന്ന സ്ഥിതി ഉണ്ടായി. അതായത് അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്ന സ്ഥിതി ഉണ്ടായി. നിലവിലെ വൈസ് ചാൻസലർ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുകയാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണം പ്രതിപക്ഷ നേതാവടക്കം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗവർണർ റിപ്പോർട്ട് തേടി ഈ നടപടി, അതായത് ഈ 1-ാം വർഷ വിദ്യാർത്ഥികളുടേതടക്കം അവരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യമാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ശശീന്ദ്രൻ രാജിവെച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. നേരത്തെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടി അത് പിൻവലിച്ചിരുന്നു. എന്നാൽ ആ നടപടി പിൻവലിച്ചത് തെറ്റായിപ്പോയി എന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടുകയും അവർ സസ്പെൻഷനിൽ തന്നെ തുടരേണ്ടതാണ് എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണിപ്പോൾ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറുടെ രാജി പുറത്തുവരുന്നത്. ഡോക്ടർ പി.സി. ശശീന്ദ്രൻ ഗവർണർക്ക് രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം അന്നത്തെ വൈസ് ചാൻസലറിനെ മാറ്റിയാണ് പുതിയ വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചത്. ഇപ്പോൾ ആ വൈസ് ചാൻസലറും രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സുർജിത്ത്, തുടരൂ. വലിയ രീതിയിലുള്ള സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം നൽകിയ രാജിക്കുറിപ്പിൽ പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചയോടുകൂടി ഗവർണർ ഈ നടപടി റദ്ദാക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണം വി.സിയുടെ ഭാഗത്തുനിന്ന് ഗവർണർക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ആ ഒരു വലിയ സമ്മർദ്ദം അത് രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ട് എന്നുള്ളതാണ് വി.സിയോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു രാജിയിലേക്ക് പോകാനുള്ള തീരുമാനം. അതായത് മുൻ വി.സിക്കെതിരെ വി.സിയെ സസ്പെൻഡ് ചെയ്ത ചാൻസലർ കൂടിയായ ഗവർണറാണ്. അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ചുമതല നൽകിയത്. ഈ പുതിയ വി.സിക്ക് ചുമതല നൽകി അതിനുശേഷം അദ്ദേഹം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഈ കേസുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നു എന്നുള്ള തരത്തിൽ ഉള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നാണ്. ഈ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ആ ഉത്തരവ്, അതായത് ഈ 33 പേരുടെ കുറ്റകൃത്യം ചെയ്യാത്തതെന്ന് സർവകലാശാല അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയ 33 പേരുടെ സസ്പെൻഷൻ നടപടി, ആ സസ്പെൻഷൻ നടപടി ഒരാഴ്ചക്കാലത്തേക്കായിരുന്നു. ആ നടപടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു. അതായത് ഇത് അന്വേഷണം അട്ടിമറിക്കാൻ വി.സി ശ്രമിക്കുന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഇതിന്റെ എല്ലാം തന്നെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി ആരാകും വി.സി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സങ്കീർണമായ രീതിയിലുള്ള നിയമക്കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ള കരുതൽ അദ്ദേഹത്തിനുണ്ട് എന്നുള്ള സംശയം ആണ് നമുക്ക് സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അങ്ങനെ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാകാം ഇങ്ങനെ ഒരു രാജി സമർപ്പിക്കാനുള്ള കാരണത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് വി.സിയോട് അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ വിവിധ അധ്യാപകരുമായി ബന്ധപ്പെട്ടിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. അവരിൽ നിന്നെല്ലാം തന്നെ ലഭ്യമാകുന്ന വിവരം വലിയ അളവിലുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഈ കേസുമായി
ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു രാജിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. അദ്ദേഹം റിട്ടയർഡ് അധ്യാപകനാണ്. നേരത്തെ തന്നെ സർവകലാശാലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അധ്യാപകനാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വൈസ് ചാൻസലർ പദവിയിലേക്ക് അങ്ങനെ ഒരു നിയമനം നൽകാൻ വേണ്ടി ചാൻസലർ ആയിട്ടുള്ള ഗവർണർ തീരുമാനിച്ചത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഡോക്ടർ PC ശശീന്ദ്രന് ചുമതല നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിയത്. അത് മുൻ VC R ശശീന്ദ്രനാഥിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി, അദ്ദേഹത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് ഗവർണർ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചുമതല നൽകിയ VC കൂടി രാജിവെച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ഒരു വളരെ സങ്കീർണമായ രീതിയിലേക്ക് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഇനി മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. 33 വിദ്യാർത്ഥികൾക്ക് ഈ സംഭവവുമായി നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണല്ലോ വിശദീകരണം. അപ്പോൾ എന്തുകൊണ്ടാണ് സസ്പെൻഷൻ പിൻവലിച്ചത് എന്നതിൽ ഗവർണർക്ക് കൃത്യമായി തന്നെ ഈ VC വിശദീകരണം നൽകിയില്ല. ആ വിശദീകരണം കേട്ടതിന് ശേഷമാണോ ഗവർണർ ഇത് നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ വ്യക്തമല്ല. കാരണം VC ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ വിഷയം വഴിവെക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം അദ്ദേഹം നേരിടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു രാജിയിലേക്ക് പോകാനുള്ള ഒരു കാരണം, അദ്ദേഹം ആ ഒരു നടപടിയിലേക്ക് എത്താനുള്ള കാരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവടക്കം ഇത് വലിയ രീതിയിലുള്ള ഒരു വിഷയമായി ഏറ്റെടുക്കുകയും ഇത് VC ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് ഈ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. ഇതിന്റെ എല്ലാം തന്നെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല ഗവർണർ ഈ ഉത്തരവ് റദ്ദാക്കണം, അതായത് ഈ നിർദ്ദേശം റദ്ദാക്കണം എന്നുള്ള ആവശ്യം ഗവർണർ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്ന് സംബന്ധിച്ചുള്ള നടപടി പിൻവലിക്കാനുള്ള സസ്പെൻഷൻ നടപടി, ഒരാഴ്ചത്തെ നടപടി പിൻവലിക്കാനുള്ള സാഹചര്യം എന്തുൾപ്പെടെയുള്ള വിശദീകരണം ഗവർണർ ആരാഞ്ഞിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഒരുപക്ഷെ നിയമ സങ്കീർണതകളിലേക്ക് ഈ വിഷയം മാറിയേക്കാം. അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ബാധിച്ചേക്കാം എന്നുൾപ്പെടെയുള്ള ആശങ്കകൾ സ്വാഭാവികമായും അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഇത് ഇനി സർവകലാശാലയുടെ പ്രവർത്തനം ഏത് തരത്തിലേക്കാകും ഇനി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി അടുത്ത ദിവസങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ VC തയ്യാറായിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പരസ്യ പ്രതികരണം അദ്ദേഹം എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഈ വ്യക്തത വരേണ്ടത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ രാജി ഗവർണർക്ക് സമർപ്പിച്ചത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇതിൽ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സുർജിത്ത്? ഈ സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ സംഭവവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നവരല്ല. കൃത്യത്തിൽ പങ്കെടുത്തവർ, അവർ കൃത്യമായി തന്നെ ഇപ്പോഴും നടപടി തുടരുന്നുണ്ട് അവർക്കെതിരെ എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? തീർച്ചയായും അനുജ, ഇത് പലതരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു. കാരണം നിലവിൽ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ, ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായ ആളുകൾ, സിദ്ധാർത്ഥനെ വിചാരണ ചെയ്ത ആളുകൾ, മർദ്ദിച്ച ആളുകൾ, ഇവർക്കെതിരെ എല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് അവരുടെ നടപടി അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യത്തിൽ പങ്കാളികളല്ലാത്ത ആളുകൾ, അത് അവർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഒരാഴ്ചത്തെ നടപടി. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് മറ്റുള്ള അധികൃതരുടെ ശ്രദ്ധയിൽ ഇങ്ങനൊരു സംഭവം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇവർ തയ്യാറായില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ 31 പേർക്കെതിരെയും ഈ സീനിയർ വിദ്യാർത്ഥികളായ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 33 പേർക്കെതിരെ ഒരാഴ്ചത്തെ സസ്പെൻഷൻ നടപടിയെടുത്തത്. ആ സസ്പെൻഷൻ നടപടിയിലാണ് നിലവിൽ അതുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ വിവാദം ഉണ്ടായിരിക്കുന്നത്. ആ ഒരാഴ്ചത്തെ നടപടി, സ്വാഭാവികമായ ഒരാഴ്ചത്തെ നടപടി ദിവസം കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അപ്പീൽ പോയത്. ആ അപ്പീലിൽ സർവകലാശാല തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരല്ല എന്നുള്ളതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ വൈസ് ചാൻസലർ എത്തിയത്. എന്നാൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയായിരുന്നു. ഇതിൽ അന്വേഷണം അട്ടിമറിക്കുന്നു എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ, പരാതികൾ ഇതെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ഗവർണർ എത്തുകയും ഗവർണർ ഈ നടപടി
റദ്ദാക്കണം, അതായത് വൈസ് ചാൻസലർ എടുത്ത നടപടി പിൻവലിക്കണം, റദ്ദാക്കണം എന്നുള്ള ആവശ്യം ഗവർണർ ഉന്നയിക്കുകയും ചെയ്ത് ഇതിന്റെ എല്ലാം തന്നെ വലിയ സമ്മർദ്ദം അദ്ദേഹം നേരിടേണ്ടി വന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ PC ശശീന്ദ്രനാണ് രാജിക്കത്ത് നൽകിയത്. അല്പസമയം മുൻപാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്നതാണ് വിശദീകരണം. എന്നാൽ JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ ഗവർണർ ഉത്തരവ് നൽകിയതിന് പിന്നാലെയാണ് രാജി എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയെ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത്. വ്യക്തിപരമായ കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം VCയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ ആരോപണം അടക്കം പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.